കേരളത്തിലെ വിദ്യാലയങ്ങളിൽ അധ്യാപകർ പിരിഞ്ഞു പോകുമ്പോൾ യാത്രയയപ്പ് ചടങ്ങുകൾ പതിവാണ്. എന്നാൽ പട്ടാമ്പി മേൽമുറി സ്കൂളിലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഷാന ടീച്ചർക്ക് നൽകിയ ഔദ്യോഗികമായ ഒരു യാത്രയയപ്പായിരുന്നില്ല. മറിച്ച് ഹൃദയത്തിൽ തട്ടി വിളിച്ച കരച്ചിലായിരുന്നു. വെറും 4 മാസത്തെ താൽക്കാലിക സേവനത്തിനെത്തിയ ഒരു അധ്യാപികയ്ക്ക് ഒരു വിദ്യാലയത്തെയും അവിടുത്തെ കുരുന്നുകളെയും ഇത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെടുകയാണ് ഇന്ന് കേരളം. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഷാന നസ്രീൻ എന്ന 21 വയസ്സുകാരി മേൽമുറി ALP സ്കൂളിലെ 4ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. സ്ഥിരം അധ്യാപക അവധിയായതിനാൽ തുടർന്നുണ്ടായ ഒഴിവിലേക്കായിരുന്നു ഷാനയുടെ നിയമനം. പട്ടാമ്പി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ TTC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷാനയ്ക്ക് ഇത് കേവലം ഒരു താൽക്കാലിക ജോലി മാത്രമായിരുന്നില്ല, മറിച്ച് തന്റെ അധ്യാപന ജീവിതത്തിലെ വലിയൊരു പരിശീലന കളരി കൂടിയായിരുന്നു. കുട്ടികൾക്കിടയിൽ ഒരു ടീച്ചറായിട്ടല്ല, പകരം ഒരു വലിയ ചേച്ചിയായിട്ടാണ് ഷാന ഇടപെട്ടത്. ആ സ്നേഹവും കരുതലും വളരെ പെട്ടെന്ന് തന്നെ ആ 4ാം ക്ലാസ്സിലെ കുരുന്നുകൾ തിരിച്ചറിഞ്ഞു. പാഠഭാഗങ്ങൾ ലളിതമായി പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം അവരുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങൾ കേൾക്കാനും അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും ഷാന സമയം കണ്ടെത്തി. ഇതോടെ 4ാം ക്ലാസ്സിലെ ഓരോ കുട്ടിക്കും ഷാന ടീച്ചർ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളായി മാറി. 4 മാസത്തെ സേവനം കഴിഞ്ഞ് തന്റെ സ്വന്തം പഠന ആവശ്യാർത്ഥം സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഷാന തീരുമാനിച്ച ദിവസം ആ ക്ലാസ് മുറി നിശബ്ദമായിരുന്നു. തങ്ങളെ സ്നേഹിച്ച, തങ്ങളോടൊപ്പം ഓടിക്കളിച്ച ടീച്ചർ ഇനി വരില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ ആ ചെറിയ കുട്ടികൾക്ക് കഴിഞ്ഞില്ല. ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച സ്കൂളിലെ മറ്റ് അധ്യാപകരെയും ജീവനക്കാരെയും അമ്പരപ്പിച്ചു. ക്ലാസ്സിൽ നിന്നും ഇറങ്ങി നടന്ന ഷാനയുടെ പിന്നാലെ കുട്ടികൾ ഒന്നടങ്കം ഓടിയെത്തി. സ്കൂളിലെ കോണിപ്പടികളിൽ വെച്ച് അവർ ടീച്ചറെ തടഞ്ഞു. ടീച്ചറെ പോകല്ലേ, ഞങ്ങളെ വിട്ട് പോകല്ലേ എന്നിങ്ങനെയുള്ള വിളികൾക്കൊപ്പം ആ ക്ലാസ് മുറി ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു. കോണിപ്പടിയിൽ തളർന്നിരുന്ന ഷാന ടീച്ചറെ കുട്ടികൾ ചുറ്റിപ്പറ്റി നിന്നു. ഓരോ കുട്ടിയും ടീച്ചറെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. കുട്ടികളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ച ഷാനയ്ക്കും ആ നിമിഷം തന്നെ കണ്ണുനീർ അടയ്ക്കാനായില്ല. ആ സ്നേഹപ്രകടനത്തിന് മുന്നിൽ വാക്കുകൾ മുറിഞ്ഞുപോയി. വിദ്യാലയ മുറ്റത്തെ മറ്റു കുട്ടികളും അധ്യാപകരും ഈ രംഗം കണ്ട് ഞെട്ടിപ്പോയി. ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ എത്രമാത്രം ആഴത്തിൽ വേരോടിയിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അത്. എന്തുകൊണ്ടായിരിക്കാം ഷാന ടീച്ചർ ഇത്രയേറെ പ്രിയങ്കരിയായത്? ഇന്നത്തെ കാലത്ത് വിദ്യാലയങ്ങൾ കേവലം റാങ്ക് നിർമ്മാണ കേന്ദ്രങ്ങളായി മാറുമ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരോട് പെരുമാറുന്ന അധ്യാപകർ കുറവുണ്ട്. ഷാന നസ്രീൻ അവിടെ വ്യത്യസ്തയാവുകയാണ്. അവരുടെ സമീപനം കൊണ്ടാണ്. കുട്ടികളോട് അധികാരത്തോടെയല്ല, മറിച്ച് സൗഹൃദത്തോടെയാണ് ഷാന സംസാരിച്ചിരുന്നത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ചേർത്ത് പിടിക്കാനും അവർക്ക് ആത്മവിശ്വാസം നൽകാനും അവർ ശ്രദ്ധിച്ചു. പൊതുപ്രവർത്തനത്തിലും സേവന രംഗത്തും സജീവമായ ഒരു കുടുംബത്തിൽ നിന്നാണ് ഷാന വരുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറയുടെയും കൊപ്പം പഞ്ചായത്ത് ജീവനക്കാരനായ ഫൈസൽ ബാബുവിന്റെയും മകളായ ഷാനയ്ക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് ഈ സ്നേഹ മനോഭാവം. ഈ സംഭവം കേവലം ഒരു പ്രാദേശിക വാർത്തയല്ല, ഇത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയോടും അധ്യാപക സമൂഹത്തോടും സംസാരിക്കുന്ന ഒന്നാണ്. ഒരു അധ്യാപികയ്ക്ക് കുട്ടികളുടെ ഹൃദയം കീഴടക്കാൻ വർഷങ്ങളുടെ പരിചയസമ്പത്ത് വേണമെന്നില്ല, മറിച്ച് ആത്മാർത്ഥമായ സ്നേഹം മാത്രം മതി എന്ന് ഷാന തെളിയിച്ചു. വെറും 120 ദിവസങ്ങൾ കൊണ്ട് ഒരു തലമുറയുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. സ്കൂൾ മാനേജ്മെന്റ്, മറ്റ് അധ്യാപകരും ഷാനയ്ക്ക് നൽകിയ യാത്രയപ്പ് ചടങ്ങിൽ എല്ലാവരും വികാരാധീനരായിരുന്നു. ഒരു താൽക്കാലിക അധ്യാപികയ്ക്ക് വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ആ കുട്ടികളുടെ കണ്ണുനീർ. തന്റെ TTC പഠനം പൂർത്തിയാക്കി മികച്ചൊരു അധ്യാപികയാകാനാണ് ഷാനയുടെ ലക്ഷ്യം. മേൽമുറി സ്കൂളിലെ ഈ കുരുന്നുകൾ നൽകിയ സ്നേഹം തന്റെ ജീവിതകാലം മുഴുവൻ കരുത്തായിരിക്കുമെന്ന് ഷാന പറയുന്നു. പഠനം കഴിഞ്ഞ് വീണ്ടും അക്ഷരമുറ്റത്തേക്ക് എത്തുമ്പോൾ ഇതേപോലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് വെളിച്ചമാകാൻ അവർക്ക് കഴിയട്ടെ. പട്ടാമ്പിയിലെ ആ കൊച്ചു സ്കൂളിൽ നിന്നും പുറത്തു വന്ന ദൃശ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹം എന്ന ഭാഷയ്ക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ല എന്നാണ്. അറിവ് പകർന്നു നൽകുന്നതിനേക്കാൾ വലിയ ദൗത്യം അത് സ്വീകരിക്കുന്നവരുടെ മനസ്സിൽ സ്നേഹം നിറയ്ക്കുക എന്നതാണെന്ന് ഷാന നസ്രീൻ എന്ന ഈ 21കാരി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ആ കുരുന്നുകളുടെ കരച്ചിൽ അവസാനിച്ചിരിക്കാം, പക്ഷെ ഷാന ടീച്ചർ അവരുടെ മനസ്സിൽ നട്ട സ്നേഹത്തിന്റെ വിത്തുകൾ എന്നും അവിടെ തളിർത്തിരിക്കും.